ഏകദേശം വൈകിട്ട് 5 മണിയായപ്പോൾ രാജീവ് വീട്ടിലെത്തി. 2 പ്രാവശ്യം കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാതെയായപ്പോൾ രാജീവിന് ദേഷ്യം വന്നു. അവൻ ഫോണെടുത്ത് യൂസ്ലെസ് എന്ന നമ്പറിലേക്ക് കോൾ വിളിച്ചു. കോൾ കണക്റ്റ് ആകുന്നതിന് മുമ്പേ വാതിൽ തുറക്കപ്പെട്ടു. ഇവളാണ് അനുപമ രാജീവ്, രാജീവിൻ്റെ ഭാര്യ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സീനിയർ ക്ലർക്കാണ്. അവൾ വളരെയധികം ക്ഷീണിതയായിരുന്നു. തലവേദനിക്കുന്നത് കാരണം കണ്ണുകൾ ശരിക്കും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൺപോളകൾ പകുതി മാത്രമേ തുറന്നിരുന്നുള്ളൂ. എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ വാതിൽ തുറന്ന പാടെ വാതിലിൽ ചാരി നിന്നു. "എന്താടി തുറക്കാൻ എത്ര താമസം? ഞാൻ വന്നിട്ട് എത്ര നേരമായി? ഒരു പനി വന്നപ്പോഴേക്കും അങ്ങ് തളർന്നു പോയോ നീയേ?" എന്ന് പറഞ്ഞിട്ട് അപജ്ഞതയോടുകൂടി അവളെ നോക്കിയിട്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗിൽ നിന്നും മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാനുള്ള ബോക്സിൽ കൊണ്ടിട്ട് ആ ബാഗിൽ പുതിയ വസ്ത്രങ്ങൾ നിറച്ചു. രാജീവേട്ടൻ പോവുകയാണോ?" അനു വെപ്രാളപ്പെട്ട് ചോദിച്ചു. "ആ, എനിക്കിന്ന് നൈറ്റാണ്," അയാൾ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. "എനിക്ക് തീരെ വയ്യ രാജീവേട്ടാ, ബാലമോൾക്കും വയ്യ. ഞങ്ങളെ ഡോക്ടറെ കാണിച്ചിട്ട് രാജീവേട്ടൻ പൊയ്ക്കോ. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വയ്യാത്ത ഞാൻ ഓട്ടോയിൽ കയറി എങ്ങനെ ഹോസ്പിറ്റലിൽ പോകും? പ്ലീസ് രാജീവേട്ടാ," അവൾ കേണപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. "ഓ, പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു തുമ്മൽ വരുമ്പോൾ എടുക്കാനുള്ളതല്ലേ മെഡിക്കൽ ലീവ്? എനിക്ക് ലീവൊന്നുമില്ല. ഞാനേ വളരെ ക്ഷീണിച്ചാണ് വന്നത്. ഞാൻ ഇന്ന് തന്നെ ക്വാർട്ടേഴ്സിലേക്ക് പോകും. എനിക്കൊട്ടും വയ്യ, ശരീരം വേദനിക്കുന്നു. പോരാത്തതിന് എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. നീ വല്ല ഓട്ടോയും വിളിച്ച് പോവാൻ നോക്ക്" എന്ന് പറഞ്ഞ് വസ്ത്രങ്ങളെല്ലാം ഒതുക്കി ബാഗിൽ വെച്ച് അയാൾ പോകാൻ തുടങ്ങി. "ഏട്ടാ, ബാലമോൾക്ക് തീരെ വയ്യ." സത്യത്തിൽ അനുവിന് സംസാരിക്കാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. "അതേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി, കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ വെച്ചിരിക്കരുത് എന്ന്? മൂന്നാറിൽ പോയ ഞാൻ വന്നിട്ട് വേണോ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ? നീ തന്നെ കൊണ്ടുപോയാൽ മതി. ഞാൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റൽ കാണുമെന്ന് എൻ്റെ പൊന്നുമോൾ വിചാരിക്കണ്ട. അല്ല പിന്നെ, എന്നും അവൾക്ക് എപ്പോഴും പരാതികളാണ്" എന്ന് പറഞ്ഞ് പുച്ഛിച്ച് കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ ബാഗുമെടുത്ത് അയാൾ ബൈക്കിൻ്റെ അടുത്തേക്ക് പോയി. "രാജീവേട്ടാ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അക്കൗണ്ടിലുണ്ട്, പക്ഷേ ഓട്ടോക്കാർക്കൊന്നും ഗൂഗിൾ പേ ഉണ്ടാകില്ല" എന്ന് പറഞ്ഞ് അനു പതുക്കെ നടന്ന് ബൈക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. "ഓ, ശല്യം. ആ, ഒരു കാര്യം ചെയ്യ്, 1000 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്യ്. അപ്പോൾ ഞാൻ 1000 തരാം" എന്ന് പറഞ്ഞ് രാജീവ് പോക്കറ്റിലിരുന്ന പേഴ്സ് എടുത്തു. പെട്ടെന്ന് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും ഫോൺ എടുത്തുകൊണ്ട് വന്ന് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. അനു ഗൂഗിൾ പേ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 1000 രൂപ രാജീവ് അവൾക്ക് കൊടുത്തത്. ഭർത്താവിൽ നിന്നുമുണ്ടായ ഈ അവഗണന പെട്ടെന്ന് അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചെങ്കിലും അവൾ അത് പുറത്തു കാട്ടാതെ നിന്നു. അയാൾ വീടിൻ്റെ ഗേറ്റ് കടന്നു പോയപ്പോൾ അവൾ അകത്ത് കയറി. അവളുടെ മുറിയിൽ വെച്ചിരുന്ന അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോസ് എടുത്ത് കുറേ നേരം അതിൽ നോക്കിയിരുന്നു. "എനിക്ക് ചെറിയൊരു ജലദോഷം വരുമ്പോഴേക്കും വെപ്രാളപ്പെട്ട് ഓടി നടന്നിരുന്ന എൻ്റെ അച്ഛാ, ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? അച്ഛാ, അമ്മേ, ഈ മകൾക്ക് ആരുമില്ലാതെ പോയല്ലോ. നിങ്ങൾ 2 പേരും എന്നെ വിട്ടു പോയില്ലേ? ഞാനിപ്പോൾ ഒരു അനാഥയെപ്പോലെ ആയില്ലേ?" പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ അനു പെട്ടെന്ന് ബെഡിലേക്കിരുന്നു. കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ബെഡിലേക്ക് വീണു. മൂത്തേടത്ത് വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് എല്ലാവരും. രൂപയും മാലതമ്മയും ഒന്നും രൂപേഷിനെ നോക്കുന്ന പോലുമില്ല. രൂപേഷ് അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ മറുപടി പറയുന്നില്ല. ആകെ കൂടി അവനോട് മിണ്ടുന്നത് സൂരജളിയൻ മാത്രമാണ്. രൂപ ഭക്ഷണം വിളമ്പി കൊടുത്തതല്ലാതെ രൂപേഷിനോട് ഒന്നും തന്നെ മിണ്ടിയില്ല. അവസാനം സഹികെട്ട് രൂപേഷ് പറഞ്ഞു, "നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാം." ഇത് കേട്ടപ്പോൾ രൂപയുടെയും മാലതിയമ്മയുടെയും മുഖത്ത് ഒരു പ്രകാശം തെളിഞ്ഞു. അവർ 2 പേരും രൂപേഷിനെ നോക്കി. "പക്ഷേ ഒരു കാര്യം, പെൺകുട്ടിക്ക് 30-ന് മുകളിൽ പ്രായം വേണം എന്ന ഒരു ഡിമാൻഡ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒട്ടും പക്വതയില്ലാത്ത, കുട്ടിത്തം മാറാത്ത ചെറിയ പെൺകുട്ടികളെയൊന്നും കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല." ഇത് കേട്ടപ്പോൾ മാലതിയമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. "അപ്പോൾ നിനക്ക് മര്യാദക്കാരനാവാനൊക്കെ പറ്റും അല്ലേ മോനെ?"
ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് മാലതി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ മര്യാദക്കാരനായല്ലേ പറ്റൂ അമ്മേ. ഇവിടെ നിങ്ങൾ അമ്മയും മകളും എന്നെ മാത്രം ഒറ്റപ്പെടുത്തിയിരുന്നാൽ പിന്നെ എനിക്ക് എൻ്റെ തീരുമാനം മാറ്റിയല്ലേ പറ്റൂ. അല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ വേണ്ടി ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരുന്നു. എല്ലാം ഞാൻ എൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തു, രൂപേഷ് നിരാശയോടെ പറഞ്ഞു. അളിയന് പറ്റിയ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തപ്പിപ്പിടിച്ചു കൊണ്ടുവരാം അളിയ. 35 വയസ്സിന് മുകളിൽ പ്രായവും വെളുത്ത നിറവും പനങ്കുലയേക്കാൾ നീളമുള്ള മുടിയും കറുത്ത കണ്ണുകളും നീണ്ട മൂക്കും. സൂരജ് പറഞ്ഞു തീരും മുമ്പ് രൂപേഷ് കൈകൾ കൂപ്പി യാചിച്ചു. മദ്യളിയ, നിർത്ത്, സഹിക്കാൻ വയ്യ. അളിയന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞുവെന്ന് മാത്രം. അല്ലെങ്കിലും ഇക്കാലത്ത് നല്ലത് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അളിയനെങ്കിലും നല്ല പെണ്ണിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ അളിയ എന്ന് പറഞ്ഞിട്ട് സൂരജ് നോക്കിയത് രൂപയുടെ മുഖത്തേക്കാണ്. ആ സമയം രൂപയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഇത് കണ്ട സൂരജ് പ്ലേറ്റ് മാറ്റി. അല്ല, എന്നെപ്പോലെ നല്ലൊരു പെണ്ണിനെ അളിയനും കിട്ടട്ടെ എന്നാ ഞാൻ പറഞ്ഞത്. അല്ല മോളെ രൂപേ, സൂരജ് ഒരു ചമ്മലോടെ പറഞ്ഞു. ഈ സമയം ക്വാർട്ടേഴ്സിലിരുന്ന് ഫോൺ നോക്കുകയായിരുന്നു രാജീവൻ. മനസ്സ് മുഴുവൻ സെറീനയെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. ഇതിനിടയ്ക്ക് അവൻ വീട്ടിലേക്കൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഹോസ്പിറ്റലിൽ പോയോ എന്നൊന്നും ചോദിച്ചില്ല. അവന് അറിയണമെന്നുമില്ല. അവൻ ഫോൺ എടുത്ത് സെറീനയെ ഒരുപാട് തവണ വിളിച്ചു. ഏകദേശം 12ാമത്തെ കോളിനാണ് സെറീന ഫോൺ എടുത്തത്. ഹലോ, എന്താ രാജീവ്? അല്ല, നീ ബാംഗ്ലൂർ എത്തിയോ എന്നറിയാൻ വിളിച്ചതാ. ആ, ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. എന്നാൽ ശരി രാജീവ്, ഞാൻ വെക്കട്ടെ, സെറീന പറഞ്ഞു. അയ്യോ, വെക്കല്ല പൊന്നേ. എൻ്റെ സെറീന കുട്ടി, നീ ഇവിടെ നിന്ന് പോയപ്പോൾ എൻ്റെ മനസ്സുകൂടിയാണ് പെണ്ണെ കൊണ്ടുപോയത്. എനിക്കിപ്പോൾ നിന്നെ കാണാൻ തോന്നുക. ഞാൻ എന്തു ചെയ്യണം? അവൻ വർദ്ധിച്ച പ്രണയത്തോടു കൂടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സെറീനയ്ക്ക് ദേഷ്യം വന്നു. ലുക്ക് മിസ്റ്റർ രാജീവ് മേനോൻ, നമ്മൾ തമ്മിൽ 2 ദിവസത്തെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനി എന്നെ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തരുത്. എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അല്ലാതെ നിങ്ങളുടെ പൈങ്കിളി വർത്തമാനം കേട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. ഇന്നലെയൊക്കെ ഞാനത് കേട്ടിരുന്നു. അത് നിങ്ങളുമായുള്ള കോൺട്രാക്റ്റ് കഴിയാത്തതുകൊണ്ട് മാത്രമാണ്. ജോലി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമേഴ്സുമായി ബന്ധം പുലർത്തുന്നത് എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ലീവ് മീ. ഓക്കെ, ബൈ എന്ന് പറഞ്ഞ് അവൾ ഫോൺ വയ്ക്കാൻ പോയതും അവൻ അവളെ തടഞ്ഞു. അയ്യോ, സെറീനക്കുട്ടി ഫോൺ വയ്ക്കല്ലേ. താൻ ഇതൊരു ജോലിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തന്നെ മറക്കാൻ പറ്റുന്നില്ലടോ. ഇത് കേട്ടപ്പോൾ സെറീനയ്ക്ക് ദേഷ്യം വന്നു. രാജീവ്, ഞാൻ പറഞ്ഞതെന്താ തനിക്ക് മനസ്സിലായില്ലേ? എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല. അപ്പുറത്ത് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. മെരുക്കാൻ അത്ര എളുപ്പമല്ല. സെറീന ഫോൺ വെച്ച ദേഷ്യത്തിൽ രാജീവ് മനസ്സിൽ ചിന്തിച്ചു. ഇതേ സമയം അനുപമയുടെ വീട്ടിൽ. അമ്മേ, അമ്മേ, എണീക്കമ്മേ, എനിക്ക് വിശക്കുന്നു അമ്മേ. അനുപമയുടെ 2 മക്കളാണ് ശ്രീനന്ദയും ശ്രീബാലയും. ശ്രീബാല പനിച്ചു കിടക്കുകയാണ്. ശ്രീനന്ദയാണ് അമ്മയെ വിളിക്കുന്നത്. ശ്രീനന്ദയ്ക്ക് 10 വയസ്സും ശ്രീബാലയ്ക്ക് 3 വയസ്സുമാണ്. എണീക്കമ്മേ. മകളുടെ ശബ്ദം ചെവിയിൽ വന്ന് തട്ടിയപ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്നു അനു. കണ്ണു തുറന്നിട്ടും കുറച്ചു സമയം വേണ്ടി വന്നു അവൾക്ക് ആ ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുമാറാൻ. അമ്മേ, എനിക്ക് വിശക്കുന്നു. അപ്പോഴാണ് അനു ക്ലോക്കിലേക്ക് നോക്കിയത്. സമയം 12 കഴിഞ്ഞു. ഇത്ര അധികം സമയം ഞാൻ ഉറങ്ങിയോ? ദൈവമേ, തലയാണെങ്കിൽ വെട്ടിപ്പൊളിയുന്ന വേദന. ഇന്ന് കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകാം എന്ന് കരുതിയതാ. പക്ഷേ ഈ കട്ടിൽ വന്ന് ഇരുന്നതേ ഓർമ്മയുള്ളൂ, അവൾ ചിന്തിച്ചു. അമ്മേ, എനിക്ക് ചോറ് വേണം. അടുക്കളയിലുണ്ടാകും മോളെ, എടുത്ത് കഴിച്ചോ, അനു നന്ദമോളോട് പറഞ്ഞു. കട്ടിലിൻ്റെ ഒരറ്റത്ത് കിടക്കുന്ന ബാലമോളെ ഒന്ന് തലോടി. ബാലമോള് വിയർത്ത് കുളിച്ച് കിടക്കുകയാണ്. ശരീരത്തിലെ പനിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ള മരുന്ന് കൊടുത്തത് ഏതായാലും നന്നായി, അനു ചിന്തിച്ചു. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ, അടുക്കളയിൽ നിന്നും നന്ദമോള് വിളിച്ചു പറഞ്ഞു. മകളെ ഒന്ന് ഉറക്കെ വിളിക്കാനുള്ള ശക്തി പോലും ഇല്ല അനുവിന് അപ്പോൾ. മകളുടെ വിളി കേട്ടിട്ടും തിരിച്ചു മറുപടി പറയാൻ കഴിയാതെ അനു കട്ടിലിൽ തന്നെ കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നന്ദമോള് ഒരു കിണ്ണത്തിൽ ചോറുമായി റൂമിലേക്ക് വന്നു. നോക്കിയമ്മേ,
ഈ ചോറ് ഉണ്ണാൻ പറ്റില്ല, ഇതിന് വല്ലാത്തൊരു മണം. രാവിലെ വെച്ച ചോറല്ലേ, വൈകുന്നേരം 12 മണി വരെ ആയപ്പോൾ അത് നാശമായി. 12 മണിയായിട്ടും തൻ്റെ മകൾ വിശന്നിരിക്കുകയാണല്ലോ എന്നോർത്ത് അനുവിന് സങ്കടം തോന്നി. മോൾ അത് കഴിക്കണ്ട, ന്യൂഡിൽസ് ഇരിപ്പുണ്ടല്ലോ, അതുണ്ടാക്കി കഴിച്ചോ. ഗ്യാസ് കത്തിക്കണ്ട, ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ മതി, അനു മകളോട് പറഞ്ഞു. അപ്പോൾ ബാലമോൾക്ക് വേണ്ടേ അമ്മേ? വേണ്ട, അവൾ ഉറങ്ങുകയല്ലേ. ഇപ്പോൾ വിളിച്ചാൽ അവൾ വാശി പിടിക്കും. അമ്മയ്ക്ക് വേണ്ടേ? അമ്മ ഒന്നും കഴിച്ചില്ലാലോ. അമ്മയ്ക്ക് വേണ്ട, ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നണില്ല. ഏതായാലും മോള് ഒറ്റയ്ക്ക് അടുക്കളയിലേക്ക് പോവണ്ട, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് ഏന്തി വലിഞ്ഞ് ചുവരിലെല്ലാം പിടിച്ച് പതുക്കെ പതുക്കെ അടുക്കളയിൽ ചെന്ന് ഡൈനിങ് ടേബിളിൽ മുഖം വെച്ച് കിടന്നു അവൾ. നന്ദമോള് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതൊക്കെ ഒരു മങ്ങിയ പ്രകാശം പോലെയാണ് അനുവിന് തോന്നിയത്. പെട്ടെന്ന് കസേര വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ നന്ദമോള് പേടിച്ച് പുറകിലേക്ക് നോക്കി. അയ്യോ അമ്മേ! അനുപമ താഴെ വീണ് കിടക്കുകയായിരുന്നു.